ബീഹാറിലെ രാജ്ഗിറിൽ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പൈതൃകത്തിന്റെ പ്രതീകമാണ് നളന്ദ സർവകലാശാല എന്ന് ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. അഗ്നിക്ക് പുസ്തകങ്ങളെ നശിപ്പിക്കാനാകും, എന്നാൽ അറിവിനെ നശിപ്പിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, 17 രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പുരാതന സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് സ്ഥാപിക്കുന്നത്. 1749 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ക്യാമ്പസിൽ 40 ക്ലാസ് മുറികളുള്ള 2 അക്കാദമിക് ബ്ലോക്കുകളും മൊത്തം 1900 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. പുതിയ ക്യാമ്പസിൽ 300 സീറ്റുകൾ വീതമുള്ള 2 ഓഡിറ്റോറിയങ്ങൾ, ഏകദേശം 550 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹോസ്റ്റൽ എന്നിവയുമുണ്ട്. കൂടാതെ 2000 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു ആംഫി തിയേറ്റർ, ഒരു ഫാക്കൽറ്റി ക്ലബ്ബ്, ഒരു സ്പോർട്സ് കോംപ്ലക്സ് എന്നിങ്ങനെയുള്ള വിവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 5ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നളന്ദ സർവകലാശാല ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. 8 നൂറ്റാണ്ടുകൊണ്ട് ലോകമെമ്പാടും അഭിവൃദ്ധി പ്രാപിച്ച ഈ സ്ഥാപനം 12ാം നൂറ്റാണ്ടിലാണ് നശിപ്പിക്കപ്പെട്ടത്. 2016 ഈ പ്രദേശം UN ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടു. 2014 പുനഃസ്ഥാപിച്ച സർവകലാശാല 14 വിദ്യാർത്ഥികളുമായി ഒരു താൽക്കാലിക കെട്ടിടത്തിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചു. 2017 പുതിയ ക്യാമ്പസിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പുതിയ ക്യാമ്പസിനെ കുറിച്ചുള്ള 10 കാര്യങ്ങളിലേക്ക്. പുരാതന നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്തിനടുത്താണ് പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നിലവിൽ നളന്ദ യൂണിവേഴ്സിറ്റി ആക്ട് 2010 പ്രകാരമാണ് സർവകലാശാല സ്ഥാപിതമായിരിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ 17 വിദേശ രാജ്യങ്ങളും നളന്ദ സർവകലാശാലയെ പിന്തുണച്ചിട്ടുണ്ട്. നളന്ദയെ പിന്തുണച്ച് ഈ രാജ്യങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തു. വിദേശ വിദ്യാർത്ഥികൾക്ക് 137ഓളം സ്കോളർഷിപ്പുകളും സർവകലാശാല വാഗ്ദാനം ചെയ്യുന്നു. ക്യാമ്പസിന് 40 ക്ലാസ് റൂമുകൾ അടങ്ങിയ 2 അക്കാദമിക് വിഭാഗങ്ങളാണുള്ളത്. ഏകദേശം 1900 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലാണ് ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 300 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന 2 ഓഡിറ്റോറിയവും ക്യാമ്പസിലുണ്ട്. 550 വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ കഴിയുന്ന സ്റ്റുഡന്റ് ഹോസ്റ്റലും ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹരിത ക്യാമ്പസ് എന്ന നിലയിലാണ് നളന്ദ ക്യാമ്പസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. സോളാർ പവറിന്റെ ഉപയോഗം, മലിനജലം പുനരുപയോഗിക്കാൻ കഴിയുന്നതിനുള്ള സംവിധാനം എന്നിവയും ക്യാമ്പസിലുണ്ട്. പുതിയ സർവകലാശാല 2014 പ്രവർത്തനം ആരംഭിച്ചത്. താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടത്തിൽ 14 വിദ്യാർത്ഥികളുമായി അന്ന് സർവകലാശാല പ്രവർത്തനം തുടങ്ങി. സർവകലാശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2017 ആരംഭിച്ചു. AD 5ാം നൂറ്റാണ്ടിലാണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. 12ാം നൂറ്റാണ്ടിലാണ് പഴയ നളന്ദ സർവകലാശാല ആക്രമിക്കപ്പെടുന്നത്. 12ാം നൂറ്റാണ്ടോടെ ഭക്തിയാർ ഖിൽജി ഇവിടം തകർക്കുകയും സന്യാസികളെ കൊന്നൊടുക്കുകയും ചെയ്തു. കൂടാതെ സർവകലാശാലയുടെ ഭാഗമായിരുന്ന ലൈബ്രറി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പസിന് 2000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആംഫി തിയേറ്ററുമുണ്ട്. കൂടാതെ ഫാക്കൽറ്റി ക്ലബ്ബ്, സ്പോർട്സ് കോംപ്ലക്സ് എന്നിവയും പുതിയ ക്യാമ്പസിൽ തയ്യാറാണ്. സർവകലാശാലയിൽ 2022-23, 2023-25 അധ്യയന വർഷങ്ങളിലേക്കുള്ള ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും 2023-27 അധ്യയന വർഷത്തിലേക്കുള്ള PhD പ്രോഗ്രാമിലേക്കും നിരവധി വിദേശ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ചേർന്നുള്ള പങ്കാളിത്തത്തിന്റെ ഭാഗമായിട്ടാണ് സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത്.